ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 2-ാം തീയതി പരിശുദ്ധ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന 2-ാം ദിവസം. നമുക്കിന്ന് പരിശുദ്ധ അമ്മയുടെ 5th അപ്പാരിഷൻ ഓൺ നവംബർ 22 5-ാമത്തെ പ്രത്യക്ഷപ്പെടൽ 1947 ഉണ്ടായതാണ്. നമുക്ക് നോക്കാം. അന്ന് നമ്മുടെ അമ്മ അവിടുത്തെ ദേവാലയത്തിൽ കുറേ ആളുകളുടെ മധ്യയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യമേ തന്നെ പൈറിന ഗില്ലിയോട് പറഞ്ഞു, നീ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ അൾത്താരയുടെ അടിയിലായിട്ട് 4 കുരിശുകൾ നിൻ്റെ നാവ് കൊണ്ട് വരയ്ക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുരിശിന്മേലേക്ക് പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നു. പിന്നീട് പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നു, കാരണം ഈ സ്ഥലത്ത് വലിയ മാനസാന്തരങ്ങൾ ഭാവിയിൽ ഉണ്ടാകും. പിന്നീട് സങ്കടത്തോടുകൂടെ പറഞ്ഞു, ഇവിടുത്തെ ഇറ്റാലിയൻ ക്രിസ്ത്യൻസ് കുറേയധികം ആളുകൾ എൻ്റെ പുത്രനെ നിന്ദിക്കാനും അവനെതിരെ പാപം ചെയ്യാനും പ്രേരിതരായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് therefore Lord demand prayer, great sacrifices and penitence. ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നു പ്രാർത്ഥന, പരിഹാരം, അനുതാപം, പശ്ചാത്താപം. അപ്പോൾ പൈറിന ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പ്രയറും പെനിറ്റൻസും പൂർത്തീകരിക്കാൻ? അമ്മ മാതാവ് പറഞ്ഞു, പ്രയർ എന്ന് പറഞ്ഞാൽ ധാരാളം പ്രാർത്ഥിക്കുക. പക്ഷേ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ മിണ്ടിയില്ല. കാരണം ലോകത്ത് പ്രാർത്ഥിക്കുന്നവർ കുറഞ്ഞു വരുന്നു എന്ന് അമ്മ മനസ്സിലാക്കി. രണ്ടാമത് അമ്മ പറഞ്ഞു, അനുതാപം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കുരിശുകളും, എല്ലാ ജോലികളും, ജോലിഭാരവും സ്പിരിറ്റ് ഓഫ് പെനിറ്റൻസ്, അനുതാപത്തിൻ്റെ അരൂപിയിൽ എടുക്കണം. പിന്നീട് അമ്മ പറഞ്ഞു, ഡിസംബർ 8-ാം തീയതി ഉച്ചയ്ക്ക് ഞാനിവിടെ വരും, വീണ്ടും നിൻ്റെ പാരീഷ് ചർച്ചിൽ. അത് കൃപയുടെ മണിക്കൂറാണ് എന്ന്. അപ്പോൾ പൈറിന ചോദിക്കുന്നുണ്ട്, പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ, എനിക്ക് വിശദീകരിച്ച് തരൂ, എന്താണ് ഈ അവർ ഓഫ് ഗ്രേസ്? അമ്മ പറഞ്ഞു, അവർ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ വലിയ മാനസാന്തരങ്ങൾ നടക്കും ആ സമയത്ത്. എന്നിട്ട് പറഞ്ഞു, വളരെ ബലമുള്ള, വളരെ ഹാർഡായിട്ടുള്ള ആത്മാക്കൾ, അതുപോലെ മാർബിളിൻ്റെ പോലെ കോൾഡ്, തണുപ്പായിട്ടുള്ള ആത്മാക്കൾ, അവരെല്ലാവരും കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് സ്പർശിക്കപ്പെടും ഇവിടെ ആ ഡിസംബർ 8-ാം തീയതി. അത് കൃപയുടെ മണിക്കൂറാണ്. അങ്ങനെ ഒരു സന്ദേശവും സാധാരണ കൊടുക്കുന്ന പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം എന്ന സന്ദേശവുമാണ് 5-ാമത്തെ അപ്പാരിഷനിൽ നടന്നത്. ഈ 5-ാമത്തെ പ്രത്യക്ഷപ്പെടലിലാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ഞാൻ ഇന്ന സമയത്ത് വരും. അങ്ങനെ ആദ്യമായിട്ട് ഒരു പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഇന്ന സ്ഥലത്ത് ഇനി വരും എന്ന്. അതായത് ഡിസംബർ 8-ന് വീണ്ടും വരാം എന്ന് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ തരുന്ന സന്ദേശങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കാം.
നമ്മുടെ സ്ഥലം കയ്യേറിയവർ, നമ്മളെ ചതിച്ചവർ, നമ്മളെ വഞ്ചിച്ചവർ എല്ലാവരെയും ഈ ദിവസങ്ങളിൽ ഓർക്കാം. അവരോടൊക്കെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്പിരിറ്റ് ഓഫ് പെനിറ്റൻസ്, സ്പിരിറ്റ് ഓഫ് സാക്രിഫൈസസ്. ഇങ്ങനെ അമ്മ തന്ന 3 കാര്യങ്ങൾ: പ്രാർത്ഥിക്കുക, പരിഹാരം കൊടുക്കുക, അതുപോലെ അനുതാപവും പശ്ചാത്താപവും വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടുകാരെ, ഇന്ന് 2ാം ദിവസം നമുക്ക് മാതാവിൻ്റെ നൊവേന ചൊല്ലാം, രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലാം. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനകൾ കഴിയാവുന്നത്രയും ചൊല്ലി 13-ാം തീയതി സമർപ്പിക്കാൻ കാഴ്ചവെക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിലെ അധ്വാന ഭാരവും അലച്ചിലുകളും ദുഃഖങ്ങളും എല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കാഴ്ചവെക്കാം. അമ്മ ഈ ദിവസങ്ങളിൽ പറയുകയാണ്, മോളെ നന്നായി ഒരുങ്ങുക, ധാരാളം പ്രാർത്ഥിക്കുക എന്ന്. ഇത് തന്നെയാണ് അമ്മ എപ്പോഴും എല്ലാവരോടും പറയുന്നത്. അതിനുശേഷം പരിശുദ്ധ അമ്മ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. എൻ്റെ മകളെ, നീ ധാരാളം പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല നിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നതാണ് സർവത്തിലും പ്രധാനം. നീ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയും നീ നിയോഗം വെച്ച് കൊന്ത ചെല്ലുകയും നീ എൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയും ചെയ്തിട്ട് നിൻ്റെ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പ്രാർത്ഥനകളൊന്നും തന്നെ, ഈ ഒരുക്കങ്ങളൊന്നും തന്നെ ഞാൻ സ്വീകരിക്കില്ല. പരിശുദ്ധ അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം ജീവിത പങ്കാളിയെ, ഭാര്യമാർ, ഭർത്താക്കന്മാർ കുത്തി മുറിവേൽപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഭാര്യയുടെ വീട്ടുകാരെ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവനാണ് നീയെങ്കിൽ, ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവളാണ് നീയെങ്കിൽ, എന്നിട്ട് കുടുംബത്ത് മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിച്ച് മരുമകളോട് ഒരു കാരുണ്യവും കാണിക്കാതെ എപ്പോഴും മകനോട് മരുമകളെക്കുറിച്ച് നീ കുറ്റം പറഞ്ഞു കൊടുത്തിട്ട് നീ ഭയങ്കര ധ്യാനകേന്ദ്രങ്ങളിൽ പ്രേക്ഷിതയാണെന്നോ വലിയ ആളാണെന്നോ നീ എല്ലാ പ്രാർത്ഥനകളും നിയോഗം വെച്ച് ചെയ്യുന്നുണ്ടെന്നോ പറഞ്ഞ് എൻ്റെ പക്കലേക്ക് വരുമ്പോൾ എൻ്റെ പുത്രൻ പറയും, ഞാനിവരെ അറിയേയില്ല. 10 കൽപ്പനകൾ പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് അനുതാപത്തിൻ്റെ ലക്ഷണം. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക തന്നെ വേണം. കുമ്പസാരക്കൂട്ടിൽ കയറുക തന്നെ വേണം. ആ പാപത്തിനെ വളച്ചൊടിച്ച് അത് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. കർത്താവ് എണ്ണി അന്ത്യവിധിയിൽ വിധിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു വലിയ ഇടപെടലുണ്ടായി. ഞാൻ കാണുന്ന ഒരു ശുദ്ധീകരാത്മാവ് വളരെ കൃത്യമായി എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, മദ്യപിച്ച് രോഗം വന്നാണ് മരിച്ചത്. ഞാൻ ഈ പ്രാർത്ഥനയെയും അതുപോലെയുള്ള ഈ കാര്യങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവിനെയൊക്കെ എപ്പോഴും കളിയാക്കിയിരുന്നു. ആ ആളാണ് വന്നിരിക്കുന്നത്. കുടിച്ചാണ് മരിച്ചത്. കുടുംബത്തുള്ളവർ എങ്ങനെ നമ്മളെ പ്രതി വിഷമിക്കുന്നു എന്നുള്ളത് ഓർത്തിട്ടില്ല. ആ ആത്മാവ് വന്ന് നിന്ന് പറഞ്ഞത്, എന്നെ ഓർക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ കളിയാക്കിയവനാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞ, മോളെ, ഈ ലോകത്ത് ചെയ്യുന്ന ഒരു ചതിയും ഒരു വഞ്ചനയും മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ നീ കാരണം ഒഴുക്കിയിട്ടുള്ള കണ്ണുനീരും ഒന്നും മറന്നു കളയുന്നവനല്ല കർത്താവ്. അതുപോലെ നീ ചെയ്ത സൽകൃത്യങ്ങളും മറന്നു കളയുകയില്ല. അമ്മ മാതാവ് പറഞ്ഞ്, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴേക്കും ഉടനടി നീ ആരെയൊക്കെ ചതിച്ചിട്ടുണ്ടോ, നീ ആരെയൊക്കെ തകർത്തിട്ടുണ്ടോ, നീ അവരുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടോ,
പരിശുദ്ധ അമ്മ പറഞ്ഞു, മാപ്പ് പറയണം ചെന്നിട്ട്, എന്നാലേ ആ പാപത്തിൽ നിന്നും നിനക്ക് മുക്തിയുള്ളൂ. ആദ്യം ചെന്ന് മാപ്പ് പറഞ്ഞിട്ട് നീ കുമ്പസാരക്കൂട്ടിൽ കയറണം. പിന്നെ നീ മൂലം എന്തൊക്കെ തകർച്ചകൾ ആ കുടുംബത്തുണ്ടായിട്ടുണ്ടോ അതൊക്കെ നീ നികത്തി കൊടുക്കണം. അല്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനകളും ഈ നിയോഗം വെച്ചുള്ള പെരുന്നാൾ ഒരുക്കങ്ങളൊന്നും സ്വർഗം സ്വീകരിക്കില്ല. എന്നിട്ട് അമ്മ പറഞ്ഞതാണ്, കണ്ടോ ഒരാത്മാവ് വന്ന് നിൽക്കുന്നത്, ജീവിതകാലത്ത് അടിച്ചു പൊളിച്ച് നടന്നവനാ. മദ്യവും എന്തൊക്കെ വേണം, മദ്യത്തിനോടൊപ്പം എല്ലാം വരുമല്ലോ. എന്നിട്ട് ഇപ്പോൾ അവസ്ഥ കണ്ടോ? പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നലെ ചൊവ്വാഴ്ച വന്നവരോട് ചോദിച്ചു, മിനിഞ്ഞാന്ന് ഇങ്ങനെ ഒരു പേരുള്ള ആൾ ഇങ്ങനെയാണ് മരിച്ചത്, നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഉടനടി ആ ആത്മാവ് വന്നു നിന്ന സ്ഥലത്തത് ഒരു സഹോദരി പറഞ്ഞു, ഇതെൻ്റെ ഇന്ന ആളാണ്. അതുപോലെ വേറൊരാളും വന്നു നിന്നിരുന്നു. അപ്പോൾ ഈ ലോക ജീവിതം ഇവിടെ ഇങ്ങനെ ആരും അറിയാതെ ചെയ്തതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിട്ട് നമ്മൾ മാന്യയായിട്ട് നടന്ന് ഇല്ല. പരിശുദ്ധ അമ്മ പറയാണ്, എൻ്റെ പുത്രൻ, നിൻ്റെ കുടുംബത്തിൽ നീ എങ്ങനെയാണ് അതെപ്പോഴും ശ്രദ്ധിക്കും. ജീവിത പങ്കാളികളെ, മക്കളെ, മരുമക്കളെ കുത്തി മുറിവേൽപ്പിക്കുന്നവളാണ് നീയെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് ഇത് ചിന്തയിൽ വയ്ക്കാം. ഓഫീസിലിരിക്കുന്നവർക്ക് പരസ്പരം ബുദ്ധിമുട്ടുണ്ടാക്കി ജീവിതം വഴിമുട്ടിപ്പോയി, ഇനി ആത്മഹത്യ ചെയ്യാം, കാരണം ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല. ചെന്ന് കഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതും ഓഫീസറോട് ഇവരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ജോലി മേഖലകളിലെല്ലാം പരസ്പരം ഇല്ലാവചനം പറഞ്ഞ് ജോലി ചെയ്യാൻ പറ്റാത്ത പോലെ ആക്കുക. കർത്താവ് കാണുന്നുണ്ട് ഇതെല്ലാം, എല്ലാം ഈശോ കാണുന്നുണ്ട്. നമ്മുടെ കൂടെ നടക്കുന്ന ഈശോ ഈ പാര വയ്ക്കുമ്പോഴും ചതിക്കുമ്പോഴും നിൻ്റെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നത്? പുറത്തുള്ളവരോട് നീ പറയേ, ഞാൻ എത്രയോ നല്ലവൾ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നിൻ്റെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ പറഞ്ഞു, അതുകൊണ്ട് ഹൃദയം വിശുദ്ധമാക്കുക, ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുതപിക്കുക, എന്നിട്ട് നീ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ആരെയെങ്കിലും തകർത്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വക എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്ക്, എന്നിട്ട് വന്ന് പ്രാർത്ഥിക്ക്. അപ്പോൾ നീ ശരിക്കും ദൈവമകളാകും, ദൈവമകനാകും. എന്നിട്ട് പെരുന്നാൾക്ക് വേണ്ടി ഒരുങ്ങിയാൽ മതി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അതിശയിച്ചു പോകുന്നുണ്ട്. ദൈവമേ, എനിക്കറിയാത്ത ആളുകൾ പേര് വെളിപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ, ആ ആളുകളുടെ ബന്ധുക്കൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അവരതിശയിച്ചു പോവാണ്. ദൈവമേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവൻ ഇങ്ങനെയായിരുന്നു. എവിടെയോ കിടക്കുന്ന ഞാൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വിധിയുണ്ടോ? ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരില്ലേ? അതുകൊണ്ട് അന്ത്യവിധിക്കായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ പാപങ്ങളോർത്ത് നമുക്ക് യഥാർത്ഥത്തിൽ അനുതപിക്കാം. ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, മാപ്പ് പറയേണ്ടവരോട് ചെന്ന് മാപ്പ് പറഞ്ഞ് നഷ്ടങ്ങൾ വരുത്തിയവർക്ക് അത് നികത്തി കൊടുത്ത് കുമ്പസാരക്കൂട്ടിൽ കയറാം. അപ്പോഴേ കുമ്പസാരം പൂർണ്ണമാവുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥന, പരിഹാരം, അനുതാപം, ഈ 3 നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.